റംസാൻ മാസത്തിൽ ഖുർആൻ പഠനവും ക്വിസ് മത്സരങ്ങളുമായി കുടുംബ ഗ്രൂപ്പുകൾ സജീവം. റംസാൻ മാസത്തിന് മുൻപ് കുടുംബ വിശേഷങ്ങളും കളിച്ചിരികളും തമാശകളും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപ്രകടനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന കുടുംബ ഗ്രൂപ്പുകളാണ് വിശുദ്ധ റംസാനിൽ അടിമുടി മാറിയിരിക്കുന്നത്. പറഞ്ഞുള്ള വാക്കുകൾ ഓർത്തിടണേ, കഥനങ്ങളേറുന്നു, കണ്ണീരൊഴുകുന്നു, കഥയതൻ്റകതാരിൽ അലയലയായി, കഥയതൻ്റകതാരിൽ അലയലയായി. റംസാൻ അവസാനത്തിലേക്ക് കടക്കുന്നതോടെ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമാണ്. നാട്ടിലും മറുനാട്ടിലുമുള്ള അംഗങ്ങൾ ഗ്രൂപ്പുകളിലുണ്ട്. മത്സരങ്ങൾ നടത്തുന്നതും നിയന്ത്രിക്കുന്നതും കൂടുതലും ഗൾഫ് നാടുകളിലുള്ള അംഗങ്ങളാണ്. ഓരോ ദിവസവും നിശ്ചിത സമയത്ത് ചോദ്യം ഗ്രൂപ്പിൽ അറിയിക്കുകയാണ് പതിവ്. മുൻകൂട്ടി പറഞ്ഞ ഖുർആനിലെ അധ്യായങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. നിശ്ചിത സമയത്ത് തന്നെ ഉത്തരം നൽകണം. ഗൂഗിൾ ഫോം വഴിയും ചോദ്യങ്ങൾ തയ്യാറാക്കി ഗ്രൂപ്പിൽ എത്തിക്കുന്നുണ്ട്. ആദ്യം ഉത്തരം എത്തിക്കുന്നയാൾക്ക് പ്രത്യേക മാർക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മാർക്ക് ലഭിക്കുന്നവരെ ഒന്നാം സ്ഥാനക്കാരായി കണ്ടെത്തും. മത്സര വിജയികൾക്ക് വലിയ തുകകൾ സമ്മാനമായി നൽകുന്നുണ്ട്. ഹജ്ജ് ഉംറ ഓഫറുകളും ഉണ്ടെന്ന് ചുണ്ടേപ്പറമ്പ് ഫാമിലി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അഷ്റഫ് പുളിക്കൽ പറഞ്ഞു. അവസാന പത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കേണ്ട വിശുദ്ധി എല്ലാവർക്കും അറിയാം. ഖുർആൻ ഇറങ്ങിയ പുണ്യമാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഖുർആൻ ക്യുസായിട്ടും ഖുർആൻ മത്സരങ്ങളായിട്ടും ഖുർആൻ പഠിതാക്കളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെ നിലക്കുമുള്ള എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും ഖുർആനെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനുമുള്ള അവസരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സമയമാണിത്. എല്ലാ മേഖലകളിലും ഓൺലൈനായിട്ടും അല്ലാതെയും അന്താരാഷ്ട്ര ഖുർആൻ ക്വിസ് മത്സരങ്ങൾ വരെ എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിന് സ്വയം തയ്യാറാവുകയും മറ്റുള്ളവരെ തയ്യാറാക്കുകയും ഖുർആൻ പഠിച്ച് ഉംറക്ക് വരെ അവസരമുള്ള സന്ദർഭങ്ങളൊക്കെ ഈ റമദാൻ മാസത്തിലുണ്ട്. പലരും അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ചില കുടുംബ കൂട്ടായ്മകളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് മാതാവും പിതാവുമുള്ള കുടുംബത്തറവാട് വീട്ടിൽ ഒത്തുചേരുമ്പോഴായിരിക്കും സമ്മാന വിതരണം ചെയ്യുക. കളിച്ചിരിയും തമാശ പറച്ചിലിനുമപ്പുറം പഠനത്തിനും വിജ്ഞാനത്തിനുമുള്ള വേദി കൂടിയായി കുടുംബ ഗ്രൂപ്പുകൾ മാറിയിരിക്കുകയാണ്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.